ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് മൊഡ്യൂളായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എൻറ്റിറ്റി എന്താണെന്നും ആട്രിബ്യൂട്ട്സ് എന്താണെന്നും റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ എന്താണ് സ്ട്രോങ് എൻറ്റിറ്റി, എന്താണ് വീക്ക് എൻറ്റിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. AR മോഡലിൻ്റെ വിവിധ നൊട്ടേഷൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി പറയാനായിട്ട് പോണത് റിലേഷൻഷിപ്പ് തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോണത്. അപ്പോൾ നോർമലി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒന്നോ അതിലധികമോ എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷനെ അല്ലെങ്കിൽ ഒരു കണക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പിനെ ഡയമണ്ട് നൊട്ടേഷനിലാണ് ER ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത്രയാണ് നമ്മൾ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റിലേഷൻഷിപ്പും അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് സെറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എന്താണ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് നോക്കാം. നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റ് പറയുന്നതിന് മുമ്പ് എൻറ്റിറ്റി സെറ്റ് എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ, ഒരേപോലെയുള്ള കളക്ഷൻ ഓഫ് എൻറ്റിറ്റീസിനെ അല്ലേ, ഒരേപോലെ വരുന്ന ഒരു കൂട്ടം എൻറ്റിറ്റീസിനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അപ്പോൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇതേപോലെ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പ് ഒരേ ടൈപ്പിലുള്ള കളക്ഷൻ ഓഫ് റിലേഷൻഷിപ്പുകളെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ റിലേഷൻഷിപ്പ് സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് സെയിം ടൈപ്പ്. ഒരേ ടൈപ്പിലുള്ള ഒരുപാട് റിലേഷൻഷിപ്പിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളതിൽ രണ്ട് എൻറ്റിറ്റി സെറ്റ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പ് സെറ്റും ഉണ്ട്. ഇവിടെ നോക്കൂ, S1 S2 S3 എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ എന്താ പറയുക, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതിലുള്ള ഒരേ ടൈപ്പ് എൻറ്റിറ്റിയാണ്. S1 ഒരു സ്റ്റുഡൻ്റ് ആണ്, S2 വേറൊരു സ്റ്റുഡൻ്റ് ആണ്, S3 വേറൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റീസിൻ്റെ ആ ഒരു എൻറ്റിറ്റി സെറ്റാണ് നിങ്ങൾ ആദ്യം കാണുന്നത്, S1 S2 S3. ലാസ്റ്റിൽ കാണുന്ന C1 C2 C3 എന്ന് പറയുന്നതും എൻറ്റിറ്റി സെറ്റ് തന്നെയാണ്. കോഴ്സ് എന്ന് പറയുന്ന എൻറ്റിറ്റീൻ്റെ സെറ്റാണ് ഇവിടെ ലാസ്റ്റിൽ കാണുന്നത്. സെൻറ്ററിൽ കാണുന്നത് ഈ രണ്ട് എൻറ്റിറ്റീസിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് സെൻറ്ററിൽ കാണുന്ന റിലേഷൻഷിപ്പ് സെറ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ സ്റ്റുഡൻറ്റും കോഴ്സും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. അപ്പോൾ ഒരേ കണക്ഷൻ തന്നെയാണല്ലോ വരിക, സ്റ്റുഡൻറ്റും കോഴ്സും. അതിപ്പോൾ S1 എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എടുത്താലും S2 എടുത്താലും S3 എടുത്താലും പഠിക്കുന്ന കോഴ്സിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം കോഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോമൺ റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരേ ടൈപ്പ് റിലേഷൻഷിപ്പ് ആണല്ലോ സ്റ്റുഡൻറ്റും കോഴ്സും തമ്മിൽ ഉണ്ടാവുക. എന്തെല്ലാം ആ കുട്ടികളെ പഠിക്കണു എന്നുള്ളത് ആയിരിക്കും മെയിനായിട്ടുള്ള റിലേഷൻഷിപ്പ് വരാം. അതെല്ലാ സ്റ്റുഡൻസിനും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് സെറ്റാണ് നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ അവർ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ. അപ്പോൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് റിലേഷൻസ് വരുന്ന ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ എക്സാമ്പിൾ വളരെ നന്നായിട്ട് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം ഇവിടെ എല്ലാ സ്റ്റുഡൻസും കോഴ്സുമായിട്ട് ഒരേപോലെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, ആരും ഡിഫറെൻ്റ് അല്ല. അതല്ല, ഇവിടെ നമ്മളൊരു പാരന്റ് എൻറ്റിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഒരു റിലേഷൻഷിപ്പ് സെറ്റിൽ വരുമോ? ഇല്ല. പാരന്റിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്നായതുകൊണ്ടും കോഴ്സും രണ്ടും സ്റ്റുഡൻസ് കംപ്ലീറ്റ് ആയിട്ട് കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് സെറ്റ് എക്സിസ്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് സെറ്റിൻ്റെ ഒരു എക്സാമ്പിൾ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് ആണ്. ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ, എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ആണ് ആ റിലേഷൻഷിപ്പിന് ചുറ്റുമായിട്ട് വരുന്നത്, അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഓക്കെ, എത്ര എൻറ്റിറ്റീസ് ആണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സൈഡിലും മറ്റേ സൈഡിലൊക്കെ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എത്ര എൻറ്റിറ്റീസുമായിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിന് അസോസിയേഷൻ വരുന്നത്, അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ് സെറ്റ്. ആ ഒരു റിലേഷൻഷിപ്പിൽ എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 1 യൂണറി റിലേഷൻഷിപ്പ്, 2 ബൈനറി റിലേഷൻഷിപ്പ്, 3 ടെർണറി റിലേഷൻഷിപ്പ്, ആൻഡ് ലാസ്റ്റ് 1 എൻ
അറി റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം ഇത്രയും റിലേഷൻഷിപ്പ് സെറ്റാണ് ഉള്ളത്. ഓരോന്നും നമുക്ക് എന്താ നോക്കാം. അപ്പം നമ്മൾ ഡിഗ്രി എന്താന്ന് പറഞ്ഞു അല്ലേ? ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ആണ് ആ റിലേഷൻഷിപ്പിന് ചുറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റിലേഷൻഷിപ്പ് സെറ്റും നമ്മൾ പറഞ്ഞു. നമുക്കിനി ഓരോന്നും വിശദമായിട്ട് നോക്കാം. ആദ്യത്തേതാണ് യൂണറി റിലേഷൻഷിപ്പ് അല്ലേ? യൂണറി റിലേഷൻഷിപ്പ് ആ പേര് പോലെ തന്നെ ഒരു എൻറ്റിറ്റി മാത്രമാണ് നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് അസോസിയേഷൻ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണറി റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എത്ര ആയിരിക്കും? ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഒരൊറ്റ എൻറ്റിറ്റി ആയിരിക്കും രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. ഒരൊറ്റ എൻറ്റിറ്റി, കോമൺ ആയിട്ട് ഒരു എൻറ്റിറ്റി തന്നെ റിലേഷൻഷിപ്പിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണറി റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുക. നല്ലൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പേഴ്സൺ, ഇവിടെ ഒരു എക്സാമ്പിൾ ഒരു പറയുന്നത് ഇതാണ്. ഒരു പേഴ്സണ് ഒരാളല്ലേ കല്യാണം കഴിക്കുള്ളൂ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സൺ മാരീഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ മാത്രം, ഒരൊറ്റ പേഴ്സൺ മാത്രമാണ്. ആ ആളുകൾ തമ്മിലല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ ആളുകൾ എന്ന് പറയുന്നത് ഒരൊറ്റ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. മാരീഡ് ടു, അവർ രണ്ട് ആളുകൾ അങ്ങോട്ടും കല്യാണം കഴിച്ചു. ആ ആളുകളെയാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന എൻറ്റിറ്റിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എൻറ്റിറ്റിനായിട്ട് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതാണ് മാരീഡ് ടു എന്ന് പറയുന്നത്, അതിലോട്ട് തന്നെ റീഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു എൻറ്റിറ്റി മാത്രമാണ് നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് അസോസിയേഷൻ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണറി റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്തത് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റാണ്. ബൈനറി എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ രണ്ട്. എന്തായിരിക്കും ബൈനറി റിലേഷൻഷിപ്പ് സെറ്റിൽ? എന്താണ് നമ്മളുടെ റിലേഷനിൽ രണ്ട് എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലേ? സ്റ്റുഡൻറ്റ് എൻറോൾഡ് ഇൻ കോഴ്സ്, രണ്ട് സൈഡിലും രണ്ട് എൻറ്റിറ്റീസ് ആണ് വന്നിട്ട്, ഒരു സൈഡിൽ ഒരു എൻറ്റിറ്റി, മറ്റേ സൈഡിൽ വേറൊരു എൻറ്റിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് 2 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയാം. ബൈനറി റിലേഷൻഷിപ്പിന് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടും എഴുതാനായിട്ട് പറ്റും കേട്ടോ. അടുത്തത് ടെർണറി റിലേഷൻഷിപ്പ് സെറ്റ് ആണ്. ടെർണറി എന്തായിരിക്കും? അപ്പോൾ പേര് പോലെ തന്നെ 3 എന്നുള്ള മീനിങ് ആണ് അല്ലേ? ഇവിടെ നമ്മുടെ റിലേഷൻഷിപ്പിൽ അസോസിയേറ്റ് ചെയ്തിട്ട് 3 എൻറ്റിറ്റീസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടെർണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ വർക്ക്സ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് 3 എൻറ്റിറ്റീസ് ആണുള്ളത്. ഒന്ന് എംപ്ലോയി, ഒന്ന് ലൊക്കേഷൻ, ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ്. 3ഉം വർക്ക് ചെയ്യുന്ന ആ വർക്ക്സ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു റിലേഷൻഷിപ്പ് സെറ്റിനെ നമ്മൾ ടെർണറി റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ബിക്കോസ് അവിടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് 3 ആണ്. അടുത്തത് എൻആർഐ റിലേഷൻഷിപ്പ് ആണ്. ഇപ്പം നമ്മൾ 3 വരെ പറഞ്ഞു. ഇനി 4ഓ 5ഓ 6ഓ അങ്ങനെ എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റീസ് അവിടെ അസോസിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനാണ് എൻആർഐ റിലേഷൻഷിപ്പ്. അത് 3 ആവാം, n is equal to 3 ആവാം, n is equal to 4 ആവാം, n is equal to 5 ആവാം. 4 മുതൽ അങ്ങോട്ടുള്ളതിനൊക്കെ നമുക്ക് എൻആർഐ റിലേഷൻഷിപ്പ് സെറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. n is the ടോട്ടൽ ഓഫ് നമ്പർ ഓഫ് എൻറ്റിറ്റീസ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എന്താണ് റിലേഷൻഷിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ കൂടെ റിലേഷൻഷിപ്പ് സെറ്റ് എന്താന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 4 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് യൂണറി, ബൈനറി, ടെർണറി ആൻഡ് എൻആർഐ. യൂണറി എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ യൂണറി എന്ന് പറയും. പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് 2 ആണെങ്കിൽ അതിനെ നമ്മൾ ബൈനറി എന്ന് പറയും. പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ് 3 ആണെങ്കിൽ അതിനെ നമ്മൾ ടെർണറി എന്ന് പറയും. അതല്ല 3യിൽ അധികമാണെങ്കിൽ അതിനെ നമ്മൾ എൻആർഐ റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ.